ലെങ്ത് ഇത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ താഴെ നമ്മുടെ ഈ പോയിന്റിലുള്ള റൗണ്ട് എത്രയാണ് എടുത്തത് 10 കിട്ടിയിരിക്കണമെങ്കിൽ 10 എടുക്കുക. അപ്പോൾ 10 ഇഞ്ച് നീളം നമ്മൾ എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് നീളം കട്ട് ചെയ്തെടുക്കുക. 10 ഇഞ്ച് നീളം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഹോളിലൂടെ കയറ്റിയിടുക. കണ്ടോ, ഈ ഹോളിലൂടെ ഇങ്ങനെ കയറ്റിയിട്ടതിന് ശേഷം പിൻ വെച്ച് കയറ്റി ഇടണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റം ഇവിടെ ഫിക്സഡ് ആക്കണം, ഒരറ്റം ഇവിടെ ഫിക്സഡ് ആക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുരുക്ക് വരും, നമ്മുടെ കൈയുടെ അടിവണ്ണം കറക്റ്റായിട്ട് വരും കേട്ടോ. എണ്ണ ഇവിടെ കാണിച്ചു തരാം. ബലൂൺ സ്ലീവ് ചെയ്യാനായിട്ട് നമ്മൾ 4 ഇഞ്ച് മടക്കിയിട്ട് 1 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് 8 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 8 ഇഞ്ച് നീളം നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഈ നമ്മൾ മടക്കി അടിച്ചില്ലേ ആ ഹോളിലൂടെ ഇലാസ്റ്റിക്കിനെ കടത്തി വിടുക. കണ്ടോ, കുറച്ച് ഇലാസ്റ്റിക് കടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വലിച്ച് പ്ലേറ്റിനെ വലിച്ചു കൊടുക്കും. അല്ല, ഇലാസ്റ്റിക് ഇവിടെ നിന്ന് ഊരി പോകാൻ ശ്രദ്ധിക്കണേ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ ഈ ഇലാസ്റ്റിക് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇത് ബലൂൺ സ്ലീവാണ്. ബലൂൺ സ്ലീവ് ചെയ്യാനാണ് ഈ മെത്തേഡൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. അതിനുശേഷം ഈ പോയിന്റിലും കണ്ടോ ബാക്കിയുള്ള ഈ പ്ലീറ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് വലിച്ചിട്ട് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇവിടെയും ഇലാസ്റ്റിക് അങ്ങോട്ട് കയറി പോകാതിരിക്കുക, ഇവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക അല്ലേ. നമ്മുടെ താഴത്തെ ബലൂൺ സ്ലീവിൻ്റെ ഇലാസ്റ്റിക് ഓക്കെ ആയി, നമ്മുടെ മുകളുടെ പഫ് ഓക്കെ ആയി. കണ്ടോ, മനസ്സിലായി. ഇനി ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, സാധാ സ്ലീവ് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.